Once again, welcome back to KCS classes. KCS classes in മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സപ്ലൈ അണ്ടർ GST റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. ദെൻ ഞാൻ സപ്ലൈ അണ്ടർ GST അല്ലെങ്കിൽ സപ്ലൈ എന്താണ് അല്ലെങ്കിൽ സപ്ലൈ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു 3-4 സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ 7 സബ്സെക്ഷൻ 1A, 1B, 1C. സോ മെയിൻ ആയിട്ട് നമ്മൾ 3 കാര്യങ്ങളാണ് ഫുൾഫിൽ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. നമ്പർ 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെസ്റ്റ് LDR ഫുൾഫിൽ ചെയ്യണം. നമ്പർ 2 കൺസിഡറേഷൻ. ദെൻ നമ്പർ 3 ഇൻ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. ഈ 3 കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ എക്സംഷൻ ആയിട്ട് ഇൻ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ദെൻ അതിനുശേഷം എക്സംഷൻ പറഞ്ഞ വേറൊരു പോയിന്റ് ആണ് സെക്ഷൻ 7 സബ്സെക്ഷൻ 1C. വിതൗട്ട് കൺസിഡറേഷൻ കൊടുത്തില്ലെങ്കിലും അത് സപ്ലൈയുടെ കീഴിൽ വരും. എപ്പോൾ DRP 3 പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. DRP ഡിസ്പോസൽ ഓർ ട്രാൻസ്ഫർ ഓഫ് പെർമനന്റ് അസറ്റ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ പറഞ്ഞതാണ്. ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിന്റെ ബിസിനസിന്റെ അസറ്റ് പെർമനന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിലും നമ്മൾ സപ്ലൈയുടെ കീഴിൽ അത് ഇൻക്ലൂഡ് ചെയ്ത് GST അടയ്ക്കേണ്ടി വരും. അതിനുശേഷം രണ്ടാമത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിലേറ്റഡ് പേഴ്സൺസ് ആൻഡ് ഡിസ്റ്റിങ് പേഴ്സന്റെ കാര്യം. സോ അന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിലേറ്റഡ് പേഴ്സൺ ആരാണ് അല്ലെങ്കിൽ ഡിസ്റ്റിങ് പേഴ്സൺ ആരാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബിക്കോസ് എന്താണെന്ന് ആരാണ് റിലേറ്റഡ് പേഴ്സൺ ആരാണ് ഡിസ്റ്റിങ് പേഴ്സൺ എന്നുള്ളതിന്റെ കറക്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസിൽ വരുന്ന സമയത്ത് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ അതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ടോപ്പിക് അതാണ് സപ്ലൈ ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺ ഓർ ഡിസ്റ്റിങ് പേഴ്സൺ വിത്തൗട്ട് കൺസിഡറേഷൻ ഇല്ല ബട്ട് ഇൻ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ബട്ട് അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിലും സപ്ലൈയുടെ കീഴിൽ വരും, ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോ ആരാണ് ഫസ്റ്റ് റിലേറ്റഡ് പേഴ്സൺ എന്ന് നമുക്ക് കാണാം. അതിനുശേഷം ആരാണ് ഡിസ്റ്റിങ് പേഴ്സൺ എന്ന് കാണാം. സോ റിലേറ്റഡ് പേഴ്സൺ മീൻസ് ആരാണ്? നമ്പർ 1 such persons officers or directors of one another's business. ആരാണ് റിലേറ്റഡ് പേഴ്സൺ എന്ന് പറയുന്ന ആദ്യത്തെ പോയിന്റ് പറയുന്നത്? എനിക്ക് ഒരു സ്ഥാപനം ഉണ്ട്, എന്റെ സ്ഥാപനത്തിന്റെ പേര് എക്സ് ലിമിറ്റഡ്. ദെൻ വേറൊരു സ്ഥാപനം ഉണ്ട് എന്റെ ഫ്രണ്ടിന്റെ വൈ ലിമിറ്റഡ്. സോ ഞാൻ എക്സ് ലിമിറ്റഡിൽ വർക്ക് ചെയ്യുന്ന ഞാൻ വൈ ലിമിറ്റഡില് പോയി അവിടുത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഞാൻ വൈ ലിമിറ്റഡിലത്തെ ഒരു ഡയറക്ടറോ ഓഫീസറോ ആയിരിക്കാം. ലൈക്ക് ദാറ്റ് വൈ ലിമിറ്റഡിലത്തെ അതിന്റെ ഓണേഴ്സ് അല്ലെങ്കിൽ ഓണർ എക്സ് ലിമിറ്റഡിൽ വന്നിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇവിടത്തെ ഒരു എംപ്ലോയർ ആവാം, ഡയറക്ടർ ആവാം. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. അപ്പൊ വൈ ലിമിറ്റഡിന്റെ ഓണർ എക്സ് ലിമിറ്റഡിലത്തെ ഓഫീസർ ആവാം, ഡയറക്ടർ ആവാം. ലൈക്ക് ദാറ്റ് എക്സ് ലിമിറ്റഡിലത്തെ ഓണർ വൈ ലിമിറ്റഡിലത്തെ ഓഫീസർ ആവാം, ഡയറക്ടർ ആവാം. അങ്ങനെയാണെങ്കിൽ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ്? റിലേറ്റഡ് പേഴ്സൺ ആണ്. സോ അങ്ങനെ ഒരു സാഹചര്യത്തില് എക്സ് ലിമിറ്റഡിലത്തെ ഓണർ എന്തെങ്കിലും ഗുഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് വിതൗട്ട് കൺസിഡറേഷൻ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ റിലേറ്റഡ് പേഴ്സൺ ആയിട്ട് കൺസിഡർ ചെയ്ത് സപ്ലൈയുടെ കീഴിൽ വരും, GST ചാർജ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നമ്പർ 1 ഫസ്റ്റ് പോയിന്റ്. സച്ച് പേഴ്സൺസ് ആരാണ്? ഓഫീസർ ഓർ ഡയറക്ടേഴ്സ് ഓഫ് വൺ അനദേഴ്സ് ബിസിനസ്. ക്ലിയർ? സോ മൂവിംഗ് ടു നമ്പർ 2. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റിലോട്ട് പോവാണെങ്കിൽ സച്ച് പേഴ്സൺസ് ആർ ലീഗലി റെക്കഗ്നൈസ്ഡ് പാർട്ട്നേഴ്സ് ഇൻ ബിസിനസ്. ഒരു ബിസിനസ്സിലെ ലീഗലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആണെങ്കിൽ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ്സും സർവീസും ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ റിലേറ്റഡ് പേഴ്സൺ ആണ്. വിതൗട്ട് കൺസിഡറേഷൻ ട്രാൻസ്ഫർ ചെയ്താണെങ്കിലും അവിടെ ടാക്സ് അടയ്ക്കേണ്ടി വരും. എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ എന്റെ സ്ഥാപനം KCS എന്ന് പറയുന്ന എന്റെ സ്ഥാപനം. സോ KCS എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഞാൻ കൂടാതെ എനിക്ക് വേറെ 2 പാർട്ട്നേഴ്സും കൂടി ഉണ്ട്. സോ ഞാൻ കൂടാതെ വേറെ 2 പാർട്ട്നേഴ്സ് എക്സ് വൈ ഉണ്ട്. സോ ഞാൻ പല സർവീസസും എക്സിനും വൈക്കും കൊടുക്കാണ്. വൈ എക്സ് ഇവര് എനിക്കും തിരിച്ച് തരുന്നുണ്ടെങ്കിൽ
ഞങ്ങൾ ലീഗലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആണ്. സോ എക്സും വൈയും എന്റെ ആരാണ്? എക്സും വൈയും റിലേറ്റഡ് പേഴ്സൺ ആണ്. സോ വിതൗട്ട് കൺസിഡറേഷൻ ഇല്ലെങ്കിലും അവിടെ കൊടുക്കുന്ന സർവീസിന് GST കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ അതാണ് സെക്കൻഡ് പോയിന്റ്. പേഴ്സൺസ് ആർ ലീഗലി റെക്കഗ്നൈസ്ഡ് പാർട്ട്നേഴ്സ് ഇൻ ബിസിനസ്. ക്ലിയർ? ഓക്കെ, മൂവിംഗ് ടു നമ്പർ 3. Such persons are employer and employee. ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തതാണ്. ഒരു സ്ഥാപനത്തിലെ എംപ്ലോയറും എംപ്ലോയിയും അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു സ്ഥാപനത്തിലെ എംപ്ലോയറും എംപ്ലോയിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ്സോ സർവീസസോ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ വിതൗട്ട് കൺസിഡറേഷൻ ഇറ്റ് ഷുഡ് കംസ് അണ്ടർ സപ്ലൈ. ബിക്കോസ് ആരാണ്? എംപ്ലോയറുടെ റിലേറ്റഡ് പേഴ്സൺ ആണ് എംപ്ലോയി, എംപ്ലോയിയുടെയും റിലേറ്റഡ് പേഴ്സൺ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. സോ പലപ്പോഴും അങ്ങനെ മാനിപ്പുലേഷൻസ് വരുത്താലോ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, ബിക്കോസ് റിലേറ്റഡ് പേഴ്സൺ ആണ്. സോ അതുകൊണ്ടാണ് സപ്ലൈയുടെ കീഴിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് ടാക്സ് ചാർജ് ചെയ്യാനുള്ള കാരണം. അപ്പോ എന്റെ സ്ഥാപനത്തിലെ ഒരു എംപ്ലോയി ഉണ്ട്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് കൊടുക്കുന്നു, മേടിക്കുന്നു, വിതൗട്ട് കൺസിഡറേഷൻ ആണെങ്കിലും അവിടെ ടാക്സ് കൊടുക്കണം. ഇറ്റ് ഷുഡ് ബി ഇൻ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്, ബിസിനസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കണം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് തേർഡ് ഇമ്പോർട്ടന്റ് പോയിന്റ്. ക്ലിയർ? Moving to fourth one. One of them directly or indirectly controls the other. എന്താണ് പറയുന്നത്? One of them directly or indirectly controls the other. ഇപ്പോ എന്റെ സ്ഥാപനം KCS, എന്റെ ഫ്രണ്ടിന്റെ സ്ഥാപനം എഡ്യൂകെയർ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സ്ഥാപനം ഉണ്ട്. Then ഞാൻ directlyയോ indirectlyയോ ഈ സ്ഥാപനത്തിനെ കൺട്രോൾ ചെയ്യുന്നു എങ്കിൽ, ഞാൻ ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ ഈ സ്ഥാപനത്തിനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ സർവീസസും ഞാൻ വിതൗട്ട് കൺസിഡറേഷൻ ഞാൻ എന്ത് ചെയ്യാണ്? കൊടുക്കാണ്. ദെൻ ഞാൻ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കൺട്രോൾ ചെയ്യാണ്. ഞാൻ പറയുന്ന പോലെ ആയിരിക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുക. വിതൗട്ട് കൺസിഡറേഷൻ ആണെങ്കിലും ഈ പറയുന്ന സ്ഥാപനം എന്റെ റിലേറ്റഡ് പേഴ്സൺ ആണ്. അതാണ് പറയുന്നത് വൺ ഓഫ് ദം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കൺട്രോൾ ചെയ്യാതെ. അപ്പോ KCS എന്ന് പറയുന്ന സ്ഥാപനം എഡ്യൂകെയറിനെ കൺട്രോൾ ചെയ്യുന്നു ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. സോ എന്റെ റിലേറ്റഡ് പേഴ്സൺ ആണ്. അറ്റ് ദാറ്റ് ടൈം ഞാൻ എന്തെങ്കിലും സർവീസ് അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താണ് പറയുന്നത്? റിലേറ്റഡ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഷുഡ് കം അണ്ടർ സപ്ലൈ, GST ഇമ്പോസ് ചെയ്യും. അപ്പോ ഒരു സ്ഥാപനം വേറൊരു സ്ഥാപനത്തിനെ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ റിലേറ്റഡ് പേഴ്സൺ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ക്ലിയർ? സോ ദാറ്റ്സ് അബൌട്ട് ഫോർത്ത് ഇമ്പോർട്ടന്റ് പോയിന്റ്. Point to fifth one. Both of them are directly or indirectly controlled by a third person. എന്താണത്? Both of them are directly or indirectly controlled by a third person. ഇപ്പൊ നേരത്തെ പറഞ്ഞു KCS എന്ന് പറയുന്ന സ്ഥാപനം എന്റെ എഡ്യൂകെയർ എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥാപനം എന്റെ ഫ്രണ്ടിന്റെ. ഓക്കെ, ഈ രണ്ട് സ്ഥാപനത്തെയും വേറൊരു സ്ഥാപനം മുകളിൽ ഇരുന്നിട്ട് കൺട്രോൾ ചെയ്യാണ്. വേറൊരു സ്ഥാപനം KM എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥാപനം ഈ രണ്ട് സ്ഥാപനത്തെയും എന്ത് ചെയ്യാണ്? കൺട്രോൾ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ KCSന്റെ റിലേറ്റഡ് പേഴ്സൺ ആണ് KM, then KMന്റെ റിലേറ്റഡ് പേഴ്സൺ ആണ് എഡ്യൂകെയർ. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് പേഴ്സൺ ആണ്. ഓക്കെ, അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് പേഴ്സൺ ആണ്. സോ അറ്റ് ദാറ്റ് ടൈം ഏതെങ്കിലും സർവീസ് അങ്ങോട്ട് കൊടുക്കുന്നതിനും ഇങ്ങോട്ട് കൊടുക്കുന്നതിനും ഇങ്ങോട്ട് മേടിക്കുന്നതിനും വിതൗട്ട് കൺസിഡറേഷൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് കംസ് അണ്ടർ സപ്ലൈ. അതാണ് പോയിന്റ്. എന്താ പറയുക? നോക്കിയേ, ബോത്ത് ഓഫ് ദം ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ബോത്ത് ഓഫ് ദം ആർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കൺട്രോൾഡ് ബൈ KM, ബൈ എ തേർഡ് പേഴ്സൺ. ക്ലിയർ? അപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് പേഴ്സൺ ആണ്. വിതൗട്ട് കൺസിഡറേഷൻ ആണെങ്കിലും സപ്ലൈയുടെ കീഴിൽ വരും. സോ ദാറ്റ്സ് അബൌട്ട് ഫിഫ്ത്ത് ഇമ്പോർട്ടന്റ് പോയിന്റ്. Moving to next point. Any person directly or indirectly owns, controls 25% or more of the outstanding voting stock or shares of both of them. അവിടെ 25% വരുമ്പോ തന്നെ റിലേറ്റഡ് പേഴ്സൺ ആയി മാറി. ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ. എന്താണ് പറയണത്? Any person directly or indirectly owns, controls 25%. ഇപ്പോ KCS എന്ന് പറയുന്ന സ്ഥാപനം വേറെ ഒരു സ്ഥാപനത്തിന്റെ 25% എഡ്യൂകെയറിന്റെ 25% ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ
directly അവിടെ കൺട്രോൾ വന്നു. സോ നാച്ചുറലി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എന്തെങ്കിലും സർവീസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗുഡ്സോ സർവീസോ കൊടുക്കുകയാണ് വിത്തൗട്ട് കൺസിഡറേഷൻ കൊടുക്കുകയാണെങ്കിലും ആരാണ് TCSന്റെ റിലേറ്റഡ് പേഴ്സൺ ആണ് ആര് എഡ്യൂക്കേർ. ക്ലിയർ? So that's about sixth important point. Directly indirectly earns more than 25% ആണെങ്കിൽ അവിടെ റിലേറ്റഡ് പേഴ്സൺ ആയി. Okay, moving to seventh important point, last point ആയിട്ട് പറയുന്നത് together they directly or indirectly controlled by a third person or they are members of the same family. അതാണ് നെക്സ്റ്റ് പറയാനുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതില് വേറൊരു കാര്യം കൂടി പറയാനുള്ളത് സെയിം ഫാമിലിയിലത്തെ മെമ്പേഴ്സിന്റെ കാര്യമാണ്. ഇപ്പൊ എന്റെ റിലേറ്റഡ് പേഴ്സൺ എന്റെ ഫാമിലി ആരൊക്കെയാണെന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോ ഞാൻ എന്റെ വൈഫ്, അപ്പൊ അവിടെ എന്ത് അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, ഹസ്ബൻഡും വൈഫും, ഹസ്ബൻഡ് വൈഫ് റിലേറ്റഡ് പേഴ്സൺ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസിനെ എന്തെങ്കിലും കൺസിഡറേഷൻ ഇല്ലാണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ സർവീസോ ഗുഡ്സോ കംസ് അണ്ടർ കൺസിഡറേഷൻ. ഓക്കെ, ഇനി നമുക്ക് പാരന്റ്സ് ഉണ്ടായിരിക്കും. അപ്പോ എന്തുണ്ടാവും, പാരന്റ്സ് ഉണ്ടായിരിക്കും, പാരന്റ്സ് ഉണ്ടായിരിക്കും. ദെൻ ഇവിടെ ബ്രദേഴ്സ് ഉണ്ടായിരിക്കും, ഇവിടെ സിസ്റ്റർ ഉണ്ടായിരിക്കും. ദെൻ നമുക്ക് എന്തുണ്ടാവും, കുട്ടികള്, സൺ ഉണ്ടാവും, ഡോട്ടർ ഉണ്ടാവും. ഇതൊക്കെയാണല്ലോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എങ്ങനെയാണ് റിലേറ്റഡ് പേഴ്സൺ വരാം? ഹസ്ബൻഡും വൈഫും റിലേറ്റഡ് പേഴ്സൺ ആണ്, പറയേണ്ട കാര്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. ദെൻ സൺ ഡോട്ടർ, സൺ ആൻഡ് ഡോട്ടർ ഇവനും റിലേറ്റഡ് പേഴ്സൺ ആണ്. ഓക്കെ, ബട്ട് ബ്രദർ സിസ്റ്റർ പാരന്റ്സ് ഇഫ് ദേ ആർ ഡിപെൻഡന്റ് വിത്ത് ഡിപെൻഡന്റ് വിത്ത്, ഇപ്പോ ഞാനാണ് എന്റെ വീട്ടിലത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത്, ഞാനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്റെ പാരന്റ്, എന്റെ പാരന്റ്സ്, ദെൻ എന്റെ സിസ്റ്റർ, എന്റെ ബ്രദർ, ഇവരൊക്കെ ഞാനോട്ട് ഡിപ്പെൻഡന്റ് ആണ്. Then ബിസിനസിന്റെ ഇൻ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് ഇഫ് ദ ട്രാൻസ്ഫർ എനിത്തിങ്, എന്തെങ്കിലും നമ്മൾ സർവീസോ ഗുഡ്സോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം, ഡിപ്പെൻഡന്റ് ആണെങ്കിൽ മാത്രം അവരെന്താ റിലേറ്റഡ് പേഴ്സൺ ആയി. അപ്പോ ഇവരെ ഡിപ്പെൻഡന്റ് അല്ല, പാരന്റും സിസ്റ്ററും ഇവരെ ഡിപ്പെൻഡന്റ് അല്ല എങ്കിൽ റിലേറ്റഡ് പേഴ്സൺ അല്ല. ഇഫ് ദേ ആർ ഡിപ്പെൻഡന്റ്, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് റിലേറ്റഡ് പേഴ്സൺ ആവുക. ഇവിടെ ഹസ്ബൻഡിന്റെ റിലേറ്റഡ് പേഴ്സൺ ആണ് വൈഫ്, അവിടെ വേറൊരു എന്താണ് ചോദിക്കേണ്ട കാര്യമില്ല. അതേപോലെ സൺ ഡോട്ടറും റിലേറ്റഡ് പേഴ്സൺ ആണ്. അപ്പോ ഇങ്ങനെ 7 കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുമ്പോൾ റിലേറ്റഡ് പേഴ്സൺ ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കാൻ നമ്മൾ ഈ 7 ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു റിലേറ്റഡ് പേഴ്സൺ, ഡിസ്റ്റിങ് പേഴ്സൺ ആരാന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കി വെക്കൂ. ഞാൻ എന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഇതില് ഡിസ്റ്റിങ് പേഴ്സൺ പറഞ്ഞില്ലേ നമുക്ക് പറയണം, റിലേറ്റഡ് പേഴ്സൺ ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. പെട്ടെന്നൊന്ന് പറയുകയാണെങ്കിൽ എന്താ, ഡയറക്ടേഴ്സ്, ഓഫീസേഴ്സ്, ഒരു ബിസിനസ്സും വേറൊരു ബിസിനസിന്റെ അല്ലെങ്കിൽ എന്റെ ബിസിനസ്സിലുള്ള ആൾക്കാര് ഞാൻ വേറൊരു ബിസിനസ്സിൽ പോയിട്ട് കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു, ഓഫീസേഴ്സ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് വൺ അനദേഴ്സ് ബിസിനസ്. ദെൻ ലീഗലി റെക്കഗ്നൈസ്ഡ് പാർട്ട്നേഴ്സ്, എംപ്ലോയർ എംപ്ലോയി. ദെൻ ഒരു ബിസിനസ് വേറൊരു ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യുന്നു ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. 25% കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നു, ഫാമിലി മെമ്പേഴ്സിന്റെ കേസൊക്കെ പറഞ്ഞു. അപ്പൊ ഇവരാണ് റിലേറ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ഗുഡ്സോ സർവീസോ കൊടുക്കുകയാണ് ഇൻ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് വിത്തൗട്ട് കൺസിഡറേഷൻ എങ്കിൽ റിലേറ്റഡ് പേഴ്സൺ ആണ്, സപ്ലൈയുടെ കീഴിൽ വരും, GST കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഡിസ്റ്റിങ് പേഴ്സൺ ആരാന്നുള്ളത് നോക്കാം. ഓക്കെ, റിലേറ്റഡ് പേഴ്സൺ ആരാണെന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. സോ നമുക്ക് നെക്സ്റ്റ് ആരാണ് ഡിസ്റ്റിങ് പേഴ്സൺ എന്നുള്ളത് നോക്കാം. സോ ഡിസ്റ്റിങ് പേഴ്സൺ സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ 25. സെക്ഷൻ 25 പ്രകാരമാണ് ആരാണ് ഡിസ്റ്റിങ് പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, സെപ്പറേറ്റ് രജിസ്ട്രേഷൻ മേക്ക് ഡിസ്റ്റിങ് പേഴ്സൺ അണ്ടർ സെക്ഷൻ 25(4). സബ്സെക്ഷൻ 4 പറയുന്നത് എ പേഴ്സൺ ഹു ഹാസ് ഒബ്ടൈൻഡ് is required to obtain more than one registration, whether in one state, union territory, or more than one state or union territory, shall in respect of each such registration be treated as distinct person. എന്താണ് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. എനിക്ക് ഇപ്പോൾ കേരളത്തില് ഒരു സ്ഥാപനം അല്ലെ, തൃശ്ശൂർ ജില്ലയിലെ എനിക്ക് KCS ക്ലാസ്, KCSന് ഒരു സ്ഥാപനമുണ്ട്. ദെൻ ഞാൻ
തൃശ്ശൂർ തന്നെ വേറൊരു എന്താണ്, ഇപ്പൊ തൃശ്ശൂരാണ്, തൃശ്ശൂർ തന്നെ ഞാൻ വേറൊരെണ്ണം സ്റ്റാർട്ട് ചെയ്തു. ദെൻ എറണാകുളത്ത് വേറൊരെണ്ണം സ്റ്റാർട്ട് ചെയ്തു. അപ്പോ ആദ്യം കേസസിന് തൃശ്ശൂർ ഉണ്ടാകും, തൃശ്ശൂർ തന്നെ വേറൊരെണ്ണം. ദെൻ കേരളത്തിൽ തന്നെ ഇപ്പൊ വേറൊരെണ്ണം കൂടി സ്റ്റാർട്ട് ചെയ്തു, എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്തു. ദെൻ അപ്പൊ GST കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തൃശ്ശൂര് എന്ത് ചെയ്തു, ഇവിടെ GST രജിസ്റ്റർ ചെയ്തു. ഈ സ്ഥാപനത്തിന് തൃശ്ശൂർ തന്നെ വേറൊരു സ്ഥാപനം ഉണ്ട്, അപ്പൊ അവിടെയും നമ്മൾ രജിസ്റ്റർ ചെയ്തു. എറണാകുളത്ത് വേറൊരു സ്ഥാപനം ഉണ്ട്, അവിടെയും രജിസ്റ്റർ ചെയ്തു. ഓക്കെ, സോ എല്ലാത്തിന്റെയും ഓണർ ആരാണ്? ഞാനാണ്. ഓക്കെ, സോ ഞാൻ എന്റെ പാൻ നമ്പർ വെച്ചിട്ട്, പെർമനന്റ് അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് 3 രജിസ്ട്രേഷൻസ് ആണ് അവിടെ നടത്തിയിരിക്കുന്നത്. 3 രജിസ്ട്രേഷൻ. ദെൻ ഞാൻ ഗുഡ്സോ സർവീസോ തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂർ തന്നെയുള്ള വേറൊരു ബ്രാഞ്ചിലോട്ട് പോകുന്നുണ്ട്. ദെൻ എറണാകുളത്തേക്ക് പോകുന്നുണ്ട്. എങ്കിൽ അവിടെ എന്താണ് അറിയിക്കുന്നത്? സെയിം രജിസ്ട്രേഷൻ. എന്റെ പാൻ വെച്ചിട്ട് തന്നെ ഞാൻ 3 GST നമ്പറുകൾ രജിസ്റ്റർ ചെയ്തേക്കാണ്. അങ്ങനെയാണെങ്കിൽ തൃശ്ശൂർ തന്നെയുള്ള ഈ സ്ഥാപനവും എറണാകുളത്തുള്ള ഈ സ്ഥാപനവും എൻ്റെ ഡിസ്റ്റിങ് പേഴ്സൺ ആണ്. സോ ഞാൻ ഗുഡ്സോ സർവീസോ ഈ സ്ഥാപനത്തിലോട്ട് വിതൗട്ട് കൺസിഡറേഷൻ ഇൻ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് കം അണ്ടർ സപ്ലൈ, ഇറ്റ് ഷുഡ് കം അണ്ടർ GST. അതാണ് പറയുന്നത്. നോക്കിയേ, has obtained is required to obtain more than one registration. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. more than one registration whether in one state, കേരളത്തിൽ തന്നെ UT, or more than one state, ഒന്നിലധികം, കേരളത്തിൽ തമിഴ്നാട്, അങ്ങനെയാണെങ്കിലും shall in respect of each such registration be treated as distinct person. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? 3 രജിസ്ട്രേഷൻ ഉണ്ട് ഒറ്റ പാനിന്റെ ബേസിൽ. എന്റെ പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഒറ്റ പാനില് 3 രജിസ്ട്രേഷൻ ആണ്. അപ്പോ ഈ പറയുന്ന സ്ഥാപനം ഈ പറയുന്ന സ്ഥാപനക്കാരാണ്? ഡിസ്റ്റിങ് പേഴ്സൺ ആണ്. സോ ദാറ്റ്സ് ദി ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. മൂവ് ടു സെക്കൻഡ് വൺ. അണ്ടർ സെക്ഷൻ 25 സബ്സെക്ഷൻ 5 പ്രകാരം separate establishment in another state UT whether registered or unregistered, such establishment shall be treated as distinct person. ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ എന്താണ്? വിത്തിൻ സ്റ്റേറ്റിലാവാം, മറ്റ് സ്റ്റേറ്റിലൊക്കെ ആവാം, പക്ഷേ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. എന്റെ പാന്റെ ബേസിൽ രജിസ്റ്റർ ചെയ്യണം, GST നമ്പർ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് പറഞ്ഞത്. ഇനി സെപ്പറേറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻ അനദർ സ്റ്റേറ്റ്. ഇപ്പൊ ഞാൻ കേരളത്തിലാണ്, തമിഴ്നാട് ഞാൻ വേറെ എന്ത് ചെയ്യുന്നു, ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് രജിസ്റ്റേർഡ് ആവാം, രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും, രജിസ്റ്റേർഡ് ഓർ അൺരജിസ്റ്റേർഡ്, GSTയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും ഇല്ലെങ്കിലും എന്തെങ്കിലും ഗുഡ്സോ എന്തെങ്കിലും സർവീസസോ അങ്ങോട്ടും ഇങ്ങോട്ടും വിതൗട്ട് കൺസിഡറേഷൻ ഇൻ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് കംസ് അണ്ടർ സപ്ലൈ. അപ്പോ ഈ എന്താണ് ഈ സ്ഥാപനം അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ ഡിസ്റ്റിങ് പേഴ്സൺ ആണ് തമിഴ്നാട്ടിലെ ഈ സ്ഥാപനം. അപ്പോ എന്റെ പാനില് ഞാൻ 3 GST രജിസ്ട്രേഷൻ നേരത്തെ നടത്തിയെങ്കിൽ അവരെന്റെ ഡിസ്റ്റിങ് പേഴ്സൺ ആണെന്ന് പറഞ്ഞു. ഇനി ഞാൻ രജിസ്റ്റർ ചെയ്യാണ്ട് തന്നെ വേറൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിത്തൗട്ട് കൺസിഡറേഷൻ ട്രാൻസ്ഫർ ചെയ്താലും ഇറ്റ് ഷുഡ് കംസ് അണ്ടർ സപ്ലൈ, ഇറ്റ് ഷുഡ് കംസ് അണ്ടർ GST. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഡിസ്റ്റിങ് പേഴ്സൺ. ക്ലിയർ? അപ്പോ സെക്ഷൻ 7 സബ്സെക്ഷൻ 1C-ല് 3 ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കൺസിഡറേഷൻ ഇല്ലെങ്കിലും സപ്ലൈയുടെ കീഴിൽ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞേ. DRP അല്ലെ, എന്താണ് പെർമനന്റ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് അല്ലെങ്കിൽ ഡിസ്പോസല് D. ദെൻ അതിനുശേഷം രണ്ടാമത് വരുന്നതാണ് റിലേറ്റഡ് പേഴ്സൺ എന്ന് പറയുന്നത്. സോ റിലേറ്റഡ് പേഴ്സൺ, ഡിസ്റ്റിങ് പേഴ്സൺ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്ഫറിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ആരാണ് റിലേറ്റഡ് പേഴ്സൺ, ആരൊക്കെ വരാം, ആരാണ് ഡിസ്റ്റിങ് പേഴ്സൺ എന്ന് പറയുന്നതിന്റെ ക്ലാരിറ്റി കുറച്ചും കൂടി കൂടുതൽ വേണം. അപ്പൊ അതാണ് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാവർക്കും ക്ലാരിറ്റി ആയിരുന്നു വിചാരിക്കുന്നു. സോ സപ്ലൈ അണ്ടർ GST റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും മറ്റു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS signing off. Have a nice day. Thank you.